പാചക മേഖലയിൽ വിവിധ വിഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ കണ്ടു. എന്നാൽ ഭക്തിയുടെ മാധുര്യമൂറുന്ന ദൈവീകതയുള്ള ഒരു വിഭവമുണ്ട് തിരുവനന്തപുരത്ത്. അതേതാണെന്നല്ലേ? ഇത് തിരുവനന്തപുരം. കേരളത്തിന്റെ തലസ്ഥാനം, തിരുവിതാംകൂറിന്റെ ആസ്ഥാനം, ശ്രീ പത്മനാഭന്റെ മണ്ണ് തുടങ്ങി നിരവധി പ്രത്യേകതകളുള്ള തിരുവനന്തപുരത്തിന്റെ മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ദൈവ സാന്നിധ്യമുള്ള മറ്റൊരു വിഭവമുണ്ട്. അതേതാണെന്നല്ലേ? ഇത് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ഉദിയന്നൂർ ദേവീക്ഷേത്രം. ഉദിയന്നൂർ ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട നൈവേദ്യങ്ങളിലൊന്നാണ് ഇവിടെ തയ്യാറാക്കുന്ന അട. ഇവിടെ തയ്യാറാക്കുന്നു എന്നുദ്ദേശിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വയലിൽ നിന്നും നെൽകൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന നെല്ലിൽ നിന്നും എടുക്കുന്ന അരിയും ഒപ്പം വളരെ പ്രത്യേകതയുള്ള ചില കൂട്ടുകളും കൊണ്ട് തയ്യാറാക്കുന്നതാണ് പ്രശസ്തമായ ഉദിയന്നൂർ അട. അഭീഷ്ട കാര്യസാധ്യത്തിന് വേണ്ടി ദേവിക്ക് നേർച്ചയായി അർപ്പിക്കുന്ന ഈ അട എത്രയോ വർഷങ്ങൾക്ക് ബുക്കിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ പ്രസിദ്ധമായ ആ ദൈവ സാന്നിധ്യമുള്ള അടയുടെ രഹസ്യത്തിലേക്ക് ഈ അട നിർമ്മിക്കുന്ന കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കിച്ചണെന്നോ അടുക്കളയെന്നോ ഒരിക്കലും ഇതിനെ പറയാൻ പാടില്ല. കാരണം ക്ഷേത്രത്തിന്റെ വഴിപാടുകൾ തയ്യാറാക്കപ്പെടുന്ന സ്ഥലത്തിന് തിടപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തിടപ്പള്ളിയിലേക്ക് ഇതാണ് ഉദിയന്നൂർ അട തയ്യാറാക്കപ്പെടുന്ന തിടപ്പള്ളി. ഈ തിടപ്പള്ളി ഏതാണ്ട് ഒരു ഫാക്ടറി പോലെയാണ്. ഇതിനൊരു 3 സ്റ്റെപ്പായിട്ട് നമുക്ക് തിരിക്കാം. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി ഈ ഉദിയന്നൂർ അടയുടെ മുഖ്യമായ ഘടകം എന്ന് പറയുന്നത് അരിയാണ്. ഈ അരി തയ്യാറാക്കപ്പെടുന്നതിൽ ഒരു രഹസ്യമുണ്ട്. അത് പറയുന്നതിനേക്കാളും നമുക്ക് കാണാം. അടയുടെ പ്രധാനപ്പെട്ട ഘടകമായ അരി തയ്യാറാക്കപ്പെടുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ഈ തിടപ്പള്ളിയുടെ ആദ്യത്തെ പ്രോസസ്സ്, ഈ മില്ല്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരി തയ്യാറാക്കപ്പെടുന്നതിൽ ഒരു രഹസ്യമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്താണെന്നാൽ ഇത് നല്ല പുന്നലിൽ നിന്നാണ് ഈ അരി തയ്യാറാക്കി എടുക്കുന്നത്. ഇതൊന്നും ഇപ്പൊ കാണാൻ പോലും കിട്ടാറില്ല. സിനിമകളിലും അതുപോലെ തന്നെ ഈ പടങ്ങളിലും അല്ലെങ്കിൽ വലിയ വലിയ മാഗസിനുകളിലൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ പുന്നലിൽ നിന്നാണ് ഈ അട തയ്യാറാക്കുന്ന അരി ഇവിടെ തയ്യാറാക്കപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദിയന്നൂർ അട തയ്യാറാക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ഈ നെല്ല് ഈ ക്ഷേത്രത്തിന്റെ തന്നെ വകയുള്ള നിലത്തിൽ നിന്നാണ് ഇത് കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. അല്ലാതെ ഇത് പുറത്തുനിന്ന് വാങ്ങുന്നതല്ല. ഉദിയന്നൂർ അമ്മയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്വന്തം സ്ഥലത്ത് ഇതുപോലെ ഈ ഞാറ നട്ട് അതൊരു അനുഗ്രഹവും ഒരു ഐശ്വര്യവും കൂടെയാണ്. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന നെല്ലിൽ നിന്നാണ് നമ്മൾ ഈ അരി നിർമ്മിക്കപ്പെടുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനകത്തൊരു രഹസ്യം ഉണ്ട് എന്നുള്ളത്. ഈ നെല്ല് ആദ്യത്തെ ഫസ്റ്റ് പ്രോസസ് നമ്മുടെ ദേവിയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ രുചികരവുമായി അട നിർമ്മിക്കുന്നതിന്റെ ആദ്യത്തെ പ്രോസസ്സ് ഈ ഇതിലേക്ക്, ഈ മില്ലിലെ ഇതിലേക്ക് ഈ നെല്ല് നമ്മൾ ഇങ്ങനെ ഇടുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ നെല്ല് നമ്മൾ കുത്തി ഏതാണ്ട് അരി ആയിരിക്കുകയാണ്. പക്ഷെ ഇത് കറക്റ്റായിട്ടുള്ള അരി അല്ല. ഇനി ഇതിനെ നല്ല രീതിയിലുള്ള അരി ആക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോസസ്സ് കൂടെ ഉണ്ട്. ഈ പ്രോസസ്സിൽ നല്ല രീതിയിലുള്ള പുന്നല്ലരി ആക്കിയതിനു ശേഷം ഇതേ അരി തന്നെ വീണ്ടും ഇവിടെ തിരിച്ചു വരും. അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് നമുക്ക് കാണാവുന്നതാണ്. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് ഇതിനെ നല്ല ശുദ്ധമായ പുന്നല്ലരിയാക്കുന്ന പ്രോസസ്സാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓരോ മലയാളിയും വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ചില സംഭവങ്ങളാണ്. അതിന് മുമ്പായിട്ട് നമ്മളിവിടെ കണ്ടല്ലോ, വളരെ വിശാലമായ ഒരു അടുക്കളയാണ് അഥവാ തിടപ്പള്ളി. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങളും വച്ചിരിക്കുന്നതിന് അതിനൊരു അടുക്കും ഒരു ചിട്ടയും ഒക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൃത്തി. അതാണ് ഇതിൽ പറയേണ്ട ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം. വളരെ വൃത്തിയായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്.
കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഉണ്ടാക്കുന്ന ഒരു നിവേദ്യമാണ്. അത് മനുഷ്യന് വേണ്ടിയിട്ടില്ല, ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആ ഒരു വൃത്തി എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ വളരെ വിശാലമായ അടുക്കള, ഇടുങ്ങിയതല്ല, പിന്നെ വളരെ സ്വതന്ത്രമായ രീതിയിൽ മനസ്സ് ശരീരവും ഒക്കെ ഒരുമിച്ച് തന്നെ ഒരുപോലെ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഭക്തിയുടെ ഒരു അന്തരീക്ഷമുണ്ട്, ദേവിയുടെ ഒരു അന്തരീക്ഷം. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഒരു സസ്പെൻസ് ഉണ്ടല്ലോ, ഒരു മലയാളിയും അറിഞ്ഞിരിക്കേണ്ട പ്രവൃത്തിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ നമ്മൾ പിന്നെ മില്ലിനകത്ത് നമ്മൾ കുത്തിയ അരിയെ നല്ല പുന്നല്ലരിയാക്കി മാറ്റാനുള്ള ഒരു പ്രോസസ്സ്, പുതിയ രീതിയിൽ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് എന്നൊക്കെ പറയാം. പക്ഷേ ഏതൊരു മലയാളി ഇപ്പൊ ഒരു 50 വയസ്സുള്ള ഒരു 40 വയസ്സിന് ശേഷമുള്ള എല്ലാവരും പണ്ട് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ കുത്തിയ അരിയെ നല്ല പുന്നല്ലരി എങ്ങനെ ആക്കാന്നുള്ളതാണ്. ദാ ഈ പാറ്റുന്ന പ്രോസസ്സ് എന്തിനാണ് ചെയ്യുന്നത്? പാറ്റുമ്പോൾ ഉമി അങ്ങ് പോകും. നമ്മൾ മില്ലിൽ ഇത് ഈ അരി കുത്തുമ്പോൾ എല്ലാ നെല്ലും വരണമെന്നില്ല, അപ്പൊ കുറച്ച് നെല്ല് മാറും. അപ്പൊ ഈ കൊഴിക്കുന്നതിലൂടെയാണ് ഈ അരിയും നെല്ലും നമ്മൾ തരംതിരിക്കപ്പെടുന്നത്. നേരെ നമ്മൾ പറഞ്ഞ നെല്ലിൽ നിന്നും അരി തിരിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുന്നല്ലരിയാണ് ഈ കണ്ടത്. അതിന്റെ ഒരു കളർ കണ്ട, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ റെഡും വൈറ്റും കൂടെ ചേർന്ന ഒരു കളർ, ഇതാണ് പുന്നല്ലരി. അതുകൊണ്ട് തന്നെയാണ് വെറും നെല്ലരി എന്ന് പറയാം, ഇതിനെ പുന്നല്ലരി എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള അരികൾ ഇറങ്ങുമെങ്കിലും ഇതിന്റെ ഒരു കളറിലുള്ള ഒരു അരി എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ്. അപ്പൊ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറി ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ മില്ലിൽ കണ്ടു, ആ മില്ലിലേക്കാണ് ഇത് കൊണ്ടുവന്നത്. ഇനി നമ്മൾ ഇതിനെ പൊടിക്കാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ ഉദ്ദേശിച്ചതുപോലെ നമ്മൾ ഒരു വരവ് കൂടെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. ഇനി നമ്മൾ ഈ കുതിർത്ത് തോർന്ന ഈ അരി ഈ അടുത്ത മെഷീനിലേക്ക് ഇട്ട് നമ്മൾ മാവായിട്ട് മാറ്റുന്ന ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മാവാക്കുന്നതിന് വേണ്ടി ഇത് ഇടുകയാണ്. ഇത് എത്ര ഇതിനകത്ത് കൊള്ളും അതിനനുസരിച്ചാണ് നമ്മൾ ഇടുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അളവൊന്നുമില്ല, സുമാർ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് അത് കൊള്ളുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഇതിനകത്ത് നിറയ്ക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊടിച്ച് വരുമ്പോൾ നമുക്കറിയാം ഇതിന്റെ മാവിന്റെ കളർ എന്തായിരിക്കും. അതൊരു സസ്പെൻസ് ആണ്. കാര്യം നമ്മൾ സാധാരണ അരി പൊടിച്ചിട്ടുള്ള അതിന്റെ ഒരു കളർ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. മാത്രമല്ല മാവെന്ന് പറയുന്ന സംഭവമൊക്കെ ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ബേക്കറികളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ്. വീട്ടിൽ പോലും നമ്മൾ അത് തയ്യാറാക്കുന്നില്ല. നമുക്ക് വയ്യ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. പുന്നല്ലരി മാവായി ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാവാണ് ഇതായി കാണുന്നത്. പിന്നെ ഇനി ഇതിനകത്തുള്ള ചേരുവകൾ എന്തൊക്കെയാണ്? ഈ നിവേദ്യത്തിന്റെ ഈ ഉദിയന്നൂർ അടയുടെ ചേരുവകളാണ് നമ്മൾ അറിയേണ്ടത്. ഒന്ന്, നമ്മൾ നേരത്തെ തയ്യാറാക്കി തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ, ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ. ഇത് നേരത്തെ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ചിരണ്ടി വെച്ചിരിക്കുന്ന സാധനം തന്നെയാണ്. പിന്നെ ഇനി അതിനകത്ത് ഉൾപ്പെടുന്ന മറ്റൊരു സാധനമാണ് നമ്മുടെ നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ പാളയംകുടം പഴമാണ്. രസകദളിയല്ല, അല്ല പാളയംകുടം പഴമാണ്. ഇനി ഈ പഴവും തേങ്ങയും കൂടെ മിക്സ് ചെയ്യുന്ന വളരെ ശാസ്ത്രീയപരമായ രീതിയിലുള്ള ഒരു സമീപനമുണ്ട്. അതാണ് ഭയങ്കര രസം. നമ്മൾ സാധാരണ രണ്ട് സാധനം മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാറ്റിവെക്കും, ഒരെണ്ണം മാറ്റിവെക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. പക്ഷെ ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതാണ്ടല്ലേ, നമ്മൾ ആദ്യം ഈ പഴം അരിയുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് നമ്മൾ ബേസ്മെന്റ് പോലെ കുറച്ച് തേങ്ങ ഇങ്ങനെ ഇടുന്നു തറയിൽ. തറയിലെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഫ്ലോറിന്റെ പുറത്ത്. അതിനുശേഷം അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിനുശേഷം പഴം ഇങ്ങനെ പുതിയ പിള്ളേരൊക്കെ പറഞ്ഞിട്ട് സ്ലൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയാം. അതിന് പ്രത്യേക അളവൊന്നുമില്ല. നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ച് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് തരുന്നു. എനിക്ക് വളരെ സ്ലോ ആണ്. നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറയുമ്പോൾ അമ്മമാരൊക്കെ വളരെ സ്പീഡിലാണ് ഈ സാധനം ചെയ്യുന്നത്. ഈ തേങ്ങയും നമ്മളെ ഈ പഴവും കൂടെ മിക്സ് ചെയ്ത ഈ സാധനത്തിന് തുറു എന്നാണ് പറയുന്നത്. അപ്പം മാവ് കുഴച്ചതിന് ശേഷം ഇലയിൽ വെച്ച് പരത്തും. പരത്തിയതിന് ശേഷം ഈ തുറു അതിന്റെ പുറത്ത് വയ്ക്കും. എന്നിട്ട് ഇല മടക്കും. അപ്പൊ അമ്മ ഇതിന് മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കരയോ പഞ്ചസാര എന്തെങ്കിലും ഉപയോഗിക്കും? ഇല്ല. ഇത് പഴത്തിന്റെയും തേങ്ങയുടെയും മധുരം തന്നെ അത് തന്നെയാണ്. അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും കൃത്രിമമായിട്ടൊന്നും ചേർക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു അടയുടെ ഒരു പ്രത്യേകത. മധുരം കിട്ടുന്നതിന് വേണ്ടി പഞ്ചസാരയോ അതുപോലെ തന്നെ ശർക്കരയോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഈ പഴത്തിൽ നിന്നും ഈ തേങ്ങയിൽ നിന്നും കിട്ടുന്ന സ്വാഭാവികമായ രുചിയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് ഇലയിൽ വയ്ക്കുന്നു എന്ന് പറഞ്ഞു.
ഈ ഇലയിലൊരു പ്രത്യേകത ഉണ്ട്, അതിലും പ്രകൃതിയുടെ ഒരു കയ്യപ്പുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ദേവിക്ക് സമർപ്പിക്കുന്ന ഈ നിവേദ്യ, ഈ വഴിപാടായ അട ഈ ചെയ്യുന്നത് ഈ ഇലയിലാണ് ഇത് തയ്യാറാക്കപ്പെടുന്നത്. ഇതിനെ പ്രാദേശികമായിട്ട് പൊടിയന്നി ഇല അല്ലേ അമ്മ? പൊടിയന്നി ഇല എന്നും അതുപോലെ തന്നെ വട്ടത്താമര ഇല എന്നും പരക്കെ അറിയപ്പെടുന്ന ഒരു ഇലയാണ്. ഇതാണ് പൊടിയന്നി ഇല അഥവാ വട്ടത്താമര ഇല എന്ന് പറയുന്ന ഇല. ഇതിലാണ് ദേവിയുടെ ഈ വഴിപാടായ, നമ്മുടെ ഉദിയന്നൂർ ദേവിയുടെ ഈ വഴിപാടായ ഈ ഉദിയന്നൂർ അട തയ്യാറാക്കപ്പെടുന്നത്. ഇത് നമ്മൾ ഇത് വെച്ചിട്ട് ഇതിനെ ഇനി ക്ലീൻ ചെയ്യും അല്ലേ അമ്മ? തുടയ്ക്കും, വെള്ളം തുടച്ച്, വെള്ളം തുണിയിൽ വെച്ച് അല്ല വെറുതെ ഇങ്ങനെ തുടച്ചാൽ മാത്രം മതി. ഇനി ഇതിൽ നമ്മൾ ഈ ഇരിക്കുന്ന മാവ് ഇങ്ങനെ കുഴച്ച് ഇതിലേക്ക് വെച്ച് ഇങ്ങനെ പരത്തുന്നു. പരത്തിയതിന് ശേഷം നമ്മൾ വളരെ നാച്ചുറലായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തുറു ഇതിന്റെ പുറത്ത് ഇങ്ങനെ പരത്തുന്നു. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? മടക്കുന്നു. ഒരു പ്രത്യേക ഇത് എങ്ങനെയാണ് അമ്മ ഇത് മടക്കുന്നത്? ആദ്യം മാവ് വെച്ചു, വെച്ചിട്ട് ആദ്യം ഈ തുമ്പ് ഇങ്ങനെ 2 4 മടക്ക്. ഇതിലാണ് ഇതിന്റെ ഒരു ഷേപ്പ്. ഒന്നുകൂടെ വളരെ വ്യക്തമായിട്ട് പറയാം. ഇതിന്റെ പുറത്ത് നമ്മൾ മാവ് ഇങ്ങനെ വയ്ക്കുന്നു, വച്ചിട്ട് ഈ തുമ്പാണ് നമ്മൾ ആദ്യം ഇങ്ങോട്ട് മടക്കുന്നത്. അതാ ഇങ്ങനെ മടക്കുന്നു. മടക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു മടക്ക്, ഇങ്ങനൊരു മടക്ക്, ഇങ്ങനൊരു മടക്ക്. ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദിയന്നൂർ അമ്മയ്ക്ക് വളരെ പ്രശസ്തമായ നിവേദ്യമായ ഉദിയന്നൂർ അടയുടെ ഒരു ഷേപ്പ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാര്യം ദൈവത്തിന് കൊടുത്തിട്ട് മനുഷ്യന് കൊടുക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. നിവേദ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാത്രമേ ഇതിന് എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്നറിയാൻ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും, വളരെ പ്രകൃതിയായുള്ള സംഭവങ്ങളെല്ലാം, എല്ലാ ചേരുവകളും ഒരു കൃത്രിമത്വം ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് മനസ്സിൽ ഊഹിക്കാം ഒരു നിവേദ്യമാണെങ്കിലും ഇതിന്റെ ടേസ്റ്റ് എന്തായിരിക്കുമെന്ന്. മാവ് ഇനി എടുത്ത് കലക്കുക അല്ലെങ്കിൽ കുഴയ്ക്കുന്ന ഇതാണ് ഇത് നമ്മൾ പച്ചവെള്ളം അല്ലേ അമ്മ? എന്താ ഒഴിക്കും? പച്ചവെള്ളം നമ്മൾ ഒഴിക്കുന്നു. ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇതിനെ കലക്കുന്നു, മിക്സ് ചെയ്യുന്നു. അതിന് പ്രത്യേക കണക്കൊന്നും ഇല്ലല്ലോ അമ്മ? അല്ല, പുതിയ ഈ പിള്ളേരൊക്കെ ഇതൊക്കെ പാചകമൊക്കെ ചെയ്യാൻ നേരത്ത് 1 ടീസ്പൂണ് 1 കപ്പ് എന്നൊക്കെ പറയും. ഇതൊന്നും മനക്കണക്കാണ്. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവം. അതാണ് അല്ലേ? നിത്യാഭ്യാസി ആന എടുക്കുന്ന കേട്ടതുപോലെ നാക്കാണ് രുചി, കൈയാണ് അളവ്. അത് തന്നെ. ഈ പുതിയ പിള്ളേർക്കൊന്നും ഇത് അറിഞ്ഞുകൂടാന്നുള്ളതാണ് വേറൊരു സത്യം. ഇതൊക്കെ പറയുമ്പം പഴയ ആൾക്കാരൊക്കെ കളിയാക്കും പിള്ളേരൊക്കെ. ഈ അളവൊക്കെ അവർക്ക് ഗ്രാം കണക്കിനൊക്കെയാണ്. ഒരു വീട്ടിൽ ത്രാസൊക്കെ എടുത്ത് വെച്ചാണ് ചെയ്യണത്. ഇത് നല്ല ലൂസായിട്ട് കുഴക്കണം അമ്മ. ലൂസായിട്ടാണല്ലേ? ഒരു ഇടത്തരം ഇഡ്ഡലിക്ക്. സാധാരണ നമ്മൾ ഈ ശിവരാത്രിക്ക് ഇലയപ്പം മത്സരം എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്ന പോലെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണിത്. ഇത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, പുന്നല്ലരിയുടെ ആ മാവിന്റെ കളർ എന്താണ്. തവിടും ഈ അരിയുടെ കളറും കൂടെ മിക്സായ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വളരെ മനോഹരമായ ഒരു കളറാണ് ഇതിനകത്ത് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇനി അടുത്ത പരിപാടികൾ നടക്കുന്നത്. നേരത്തെ വളരെ സ്ലോ ആയിരുന്നു, ഇപ്പോൾ എല്ലാം വളരെ ധൃതിയിലാണ്. വളരെ ചുറുചുറുക്കോടുകൂടി 4 അമ്മമാര് ചെറുപ്പക്കാരെ പോലും വെള്ളുന്ന തരത്തിലുള്ള സ്പീഡിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മാവ് തേക്കുന്നു, എറിയുന്നു, അതിൽ തൈ തുറവയ്ക്കുന്നു, മടക്കുന്നു, അടക്കുന്നു. കാരണം ഇതൊരു ഭക്ഷണ പദാർത്ഥമല്ല, മറിച്ച് ദേവിയുടെ ഒരു നിവേദ്യം കൂടിയാണ്. അത് കൃത്യസമയത്ത് തന്നെ നമുക്ക് അവിടെ നിവേദ്യം വയ്ക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. അതുതന്നെ ആ ഒരു തിരക്കാണ് വളരെ പെട്ടെന്ന് തന്നെ ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇനി അടുത്ത് അട അടുപ്പത്തേക്ക്. ഉദിയന്നൂർ അമ്മയുടെ ഇഷ്ട നൈവേദ്യമായ അട ഒരുങ്ങുകയാണ്. ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അതുപോലെ വലിയൊരു ചെമ്പിൽ നമ്മൾ ആദ്യം വെള്ളം വെച്ചു. വെള്ളം വെച്ചതിന് ശേഷം നമ്മളത് ഇതുപോലൊരു തട്ട് കമഴ്ത്തി വെക്കും അതിനകത്തേക്ക്. ഇത് അകത്തേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ആ തട്ടിന്റെ പുറത്തേക്ക് വളരെ ഓർഡറായിട്ട് നല്ല ഒരു കണക്കിന് ഈ അട ഇങ്ങനെ വാരി അടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതിന്റെ ഒരു കണക്കെന്ന് പറയുന്നത്, വഴിപാടിന് എത്ര ആൾക്കാരാണ് വഴിപാട് ഈ അട നേർന്നിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഇവിടെ ഈ വഴിപാടായ നിവേദ്യമായ അട തയ്യാറാക്കുന്നത്. അപ്പോൾ അട ഏതാണ്ട് അടിക്ക് തീർന്നിരിക്കുന്നു. ഇനി അടുത്ത ഇതിന്റെ വളരെ കൗതുകകരമായ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടിക്ക് തീർന്നതിന് ശേഷം ഇതിൽ പച്ചവെള്ളം ഇങ്ങനെ ഒഴിക്കും. കാര്യം ഇത് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടി ചെയ്യുന്നത് ഒരു സംഭവമാണ്. ഇതിനെ വാഴയില വെച്ച് കവർ ചെയ്യുന്നു, മൂടുന്നു. ഇതെന്തിനാണ്? ആവി അകത്ത് തന്നെ ആവി നിൽക്കാൻ. പൂർണ്ണമായും ആവിയിൽ വെന്ത് വരുന്ന ഒരു വഴിപാട്, ഒരു നിവേദ്യമാണ് ഈ അട എന്ന് പറയുന്നത്. ആവി അകത്ത് തന്നെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാഴയില കൊണ്ട് തന്നെ കവർ ചെയ്യുന്നത്. ദേവിയുടെ ഒരു വഴിപാട്, ഒരു നിവേദ്യമായതുകൊണ്ടും 2 വളരെ പരിചയസമ്പന്നയായ ഈ അമ്മമാരുടെ ആ ഒരു കൈപുണ്യവും അതുപോലെ തന്നെ കൈവഴക്കവും കൊണ്ടായിരിക്കാം ഇത് കാണുമ്പോൾ തന്നെ അതിനൊരു ദൈവികതയും ഒരു സൗന്ദര്യവും ഉണ്ട്.
ഇതെന്തിനാണ് ഈ തട്ട് കമഴ്ത്തി വെക്കുന്നത്? ഇത് ആവി വെളിയിൽ പോവാതിരിക്കാൻ വേണ്ടി. ആവി വെളിയിൽ പോകാതിരിക്കുന്നത്. ഇല അമർന്നിരിക്കുകയും വേണം, മാറിപ്പോകാതിരിക്കാനും. അപ്പൊ തീ വരുമ്പോ സ്വാഭാവികമായിട്ട് ഇത് തിളക്കുകയും ഈ ഇല ചിലപ്പോൾ വാടിപ്പോകാൻ സാധ്യതയുണ്ട്. വാടിപ്പോകുമ്പോൾ ഇത് വേർപെട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു പേപ്പർ വൈറ്റ് പോലെ അങ്ങനെയും വയ്ക്കാം, അതിങ്ങനെ അമർന്നിരിക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഇടയിൽ ആവി പുറത്തേക്ക് പോകില്ല. അപ്പോൾ അടുപ്പ് കത്തി തുടങ്ങി. ഇനി അമ്മയുടെ ഇഷ്ട നൈവേദ്യമായ ഈ അട തയ്യാറാകുന്നതിന് വേണ്ടി അരമണിക്കൂർ സമയമെടുക്കും. പുതിയന്നൂർ ദേവിയുടെ ഇഷ്ട നൈവേദ്യമായ അട അങ്ങനെ പാകമായി കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ആവി ഉള്ളത് കൊണ്ടാണ് നേരത്തെ വളരെ നല്ല പച്ച ഇലയായിരുന്നു ഇട്ടപ്പോൾ ഇപ്പം തന്നെ ഏതാണ്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല മാറ്റാം. ഇത് ദേവിയുടെ നിവേദ്യമായതുകൊണ്ട് തന്നെ നമുക്ക് രുചിച്ചോ ഒന്നും നോക്കാൻ പറ്റില്ല. ദേവിക്ക് നിവേദ്യം അർപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ നമ്മുടെ കയ്യിലേക്ക് തരൂ. ഇത് ഓരോ ലെയറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ലെയറിൽ നമുക്ക് വലിയ പ്രശ്നം കാണില്ല. നമ്മൾ ആദ്യമായിട്ട് ഇത് എടുക്കുന്നതുകൊണ്ട് ആ ചൂടിന്റെ ഒരു പ്രശ്നം വരും. ഇവർ നിത്യതൊഴിൽ അഭ്യാസമാണ്. അല്ല, ആവിയുണ്ട്. ഓരോ ലെയറായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ആവി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊന്തി വരുന്നുണ്ട്. അയ്യോ, ഓരോന്നിനും നല്ലൊരു സ്വാഭാവികത ഉണ്ടായിരുന്നു. നമ്മൾ ഈ അരി കുത്തുന്നത് മുതൽ ഇങ്ങേയറ്റം ഇത് പറക്കി വെച്ച് അടുക്കി ഇതിനകത്ത് വയ്ക്കുന്നത് വരെയുള്ള ആ ഒരു കൈപുണ്യവും അതിനകത്ത് നമ്മൾ കണ്ട സ്വാഭാവികമായ രീതിയിലുള്ള ഒരു ഇത് കൃത്രിമത്വം ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഓരോ നടപടിക്രമങ്ങളിൽ നമുക്ക് മനസ്സിലാവും. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന്. ദേവിക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. എന്തായാലും ദേവിയുടെ ഒരു നിവേദ്യം ആയതുകൊണ്ട് തന്നെ ദേവിക്ക് അർപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അപ്പോൾ ദേവിക്ക് അർപ്പിക്കുന്നത് വരെ, അപ്പോൾ തീർച്ചയായിട്ടും ദേവിക്ക് അർപ്പിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് ദേവിയുടെ ഒരു സാന്നിധ്യവും ഒരു അനുഗ്രഹവും ഉള്ളതുകൊണ്ട് തന്നെ അല്പം രുചിയും കൂടും. അപ്പൊ തീർച്ചയായിട്ടും ദേവിക്ക് അർപ്പിച്ചതിന് ശേഷം ദേവിയുടെ അനുഗ്രഹം ഉള്ള ആ ഉദിയന്നൂർ അട അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാം എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് വെറും തോന്നലാണ്, മിഥ്യാധാരണയുമാണ്. കാരണം ഇത് ഒന്ന് ദേവിക്ക് നൈവേദ്യമായിട്ട് അർപ്പിക്കുന്ന ഒന്നാണ്. അതിന് ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റ് ഉണ്ട്. പിന്നെ മാത്രവുമല്ല, ഇത് സാധാരണ നമ്മൾ ചേർക്കുന്ന ചേരുവകൾ കൊണ്ട് മാത്രം രുചികരമാവുന്ന ഒന്നല്ല ഇത്. ഇതില് ദേവിയുടെ ഒരു സാന്നിധ്യമുണ്ട്, ദേവിയുടെ ഒരു അനുഗ്രഹമുണ്ട്, പിന്നെ ഈ അമ്മമാരുടെ കൈപുണ്യമുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഇതിൽ നിന്ന് ഇത് വ്യത്യസ്തമായി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത് ഉദിയന്നൂർ അട എന്ന് അറിയപ്പെടുന്നത്.